കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നിന്ന് ദീപക് ധർമ്മടം കൂടി നമുക്കൊപ്പം ചേരുന്നു. അവിടെ ദുഃഖവെള്ളി ആചരണം എങ്ങനെ നടക്കുന്നു എന്നറിയാൻ നമുക്ക് ദീപക്കിലേക്ക് പോകാം. ദീപക്, ഗുഡ് മോർണിംഗ്. പറയൂ, കുരിശിൻ്റെ വഴിയിൽ യേശു എന്ന ത്യാഗത്തിൻ്റെ ദിവസം എങ്ങനെയാണ് ഇവിടെ ആചരിക്കുന്നത്? ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ദേവമാതാ കത്തീഡ്രലിൽ നിന്നും കുരിശ് ചുമന്ന് കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിന്റെ നേതൃത്വത്തിലുള്ള കുരിശിന്റെ വഴി യാത്ര നീങ്ങുന്നതാണ്. ഇപ്പോഴാണ് തുടങ്ങിയത്. ഇത് ദേവമാതാ കത്തീഡ്രലിൽ നിന്നും ആരംഭിച്ച് നഗരത്തിലൂടെ നീങ്ങുകയാണ്. യേശുവിൻ്റെ പീഡാനുഭവ സ്മൃതിയാണ് ഇതിലൂടെ ആചരിക്കുന്നത്. ദേവമാതാ കത്തീഡ്രലിൽ നിന്നും ആരംഭിച്ച് ഇപ്പോൾ കുരിശുമായി, വലിയ കുരിശുമായി പിതാവ് വരികയാണ്. നമുക്ക് പിതാവിന് നമ്മളോടൊപ്പം ഈ സമയത്ത് തത്സമയം ചേരുകയാണ്. പിതാവ്, ഇത് നൽകുന്ന ഒരു സന്ദേശം, ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. പ്രിയപ്പെട്ടവരെ, ഈ കുരിശിന്റെ വഴി നടത്തുമ്പോൾ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ചോദിക്കുന്ന ചോദ്യം, കുരിശിൽ മരിച്ചവൻ ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പീഡാനുഭവങ്ങളുടെ സ്മൃതി പുതുക്കലാണ്. അതിന് ഈ കാലിക പ്രസക്തി, പ്രത്യേകിച്ചും ലോകത്ത് യുദ്ധങ്ങൾ നടക്കുന്നു, മറ്റു രീതിയിലുള്ള ആക്രമണങ്ങൾ, കുട്ടികൾക്ക് നേരെയുള്ള പീഡനങ്ങൾ, ഇതൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഈ സ്മൃതി, ഈ പീഡസ്മൃതി നൽകുന്ന ഒരു സന്ദേശം ഈ കാലഘട്ടത്തിൽ എത്രയാണ്? ഓരോ സഹനത്തിനും അർത്ഥമുണ്ടെന്ന് പഠിപ്പിക്കുന്നതാണ് ഈ ദുഃഖവെള്ളി. യേശുക്രിസ്തു മരിച്ചു, മരണത്തെ തോൽപ്പിച്ചു, പാപത്തെ ഉന്മൂലനം ചെയ്തു, മാത്രമല്ല ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. മനുഷ്യൻ മരിക്കാൻ വേണ്ടിയുള്ളവനല്ലെന്നും മനുഷ്യൻ വീണ്ടും ജീവിക്കുവാൻ, നിത്യതയിൽ ദൈവത്തോടൊപ്പം ജീവിക്കുവാൻ ഉള്ളവനാണെന്ന് പഠിപ്പിക്കുന്ന ഒരു പാഠമാണിത് എന്ന് പറയാൻ പറ്റും. താങ്ക് യു. എസ്കെൻ, ഈ ദുഃഖവെള്ളിയുടെ സന്ദേശത്തിന് കാലിക പ്രസക്തി വളരെ കൂടുതലാണ് എന്നുള്ളത് കൂടിയാണ് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. എസ്കെൻ, ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളിയുടെ ആചരണത്തിലാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ ക്രിസ്തുവിൻ്റെ കുരിശുമരണം ഉള്ളിൽ ഓർമ്മിച്ചുകൊണ്ടാണ് അവർ ഈ പീഡനത്തിൻ്റെ ദിവസം ആചരിക്കുന്നത്.